ഇന്നത്തെ തിരച്ചിൽ എന്തായാലും 5-ാം ദിനം അത് അവസാനിപ്പിച്ചു എന്നുള്ളതാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ. പ്രതീക്ഷയോടെയാണ് ഓരോ ദിവസവും തിരച്ചിൽ കൊണ്ടുപോകുന്നത്. പക്ഷേ നമുക്കറിയാം ഔദ്യോഗിക കണക്കുകളൊക്കെ വരുന്നുണ്ട് എങ്കിലും അതിനപ്പുറത്തേക്കായിരിക്കുമോ ഈ അപകടത്തിൽപ്പെട്ടവരുടെ ഒരു സംഖ്യ എന്നൊക്കെയുള്ള ആശങ്കയും ഉയരുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് അവിടെ നിന്ന് പറയാനുള്ളത് എന്താണ് സ്റ്റാൻലി? ഇത് നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ അപകടം ഉണ്ടായി അന്ന് രാവിലെ തന്നെ നമ്മൾ അവിടെ എത്താൻ നമുക്ക് പറ്റിയിട്ടുണ്ട്. അന്ന് തന്നെ നമ്മൾ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഏകദേശം ഒരു 500 വീടിന് മേലെ പോയി എന്നുള്ളത് നമുക്ക് വ്യക്തമായി ബോധ്യമായ ഒരു കാര്യമാണ്. അത് 500 വീടുകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എത്ര മിനിമം ഒരു 4-5 ആളുകളെ വെച്ച് കൂട്ടിയാൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തന്നെയുമല്ല ഇതിന്റെ എല്ലാം കണക്ക് കേരളത്തിലെ ഓരോ പഞ്ചായത്തിലുള്ള കണക്ക്, അതിലെ ഏത് പിന്നെ മുലയൂട്ടുന്ന അമ്മമാർ മുതൽ എല്ലാ വിഭാഗത്തിലുള്ള ഗർഭിണികൾ തുടങ്ങിയ എല്ലാവരുടെയും കണക്ക് പഞ്ചായത്തിൽ കണക്കുണ്ട്. അത് 72 മണിക്കൂറിനകം കൃത്യമായിട്ട് സൈറ്റിൽ അപ്ലോഡ് ചെയ്യും. ലോകത്തിൽ എവിടെ ഇരുന്ന് ആർക്ക് സെർച്ച് ചെയ്താലും കിട്ടുന്ന ഒരു സംവിധാനമാണ് കേരള ഗവൺമെന്റ് ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ പറ്റും ഇത് എവിടെയാണ്, എങ്ങനെയാണെന്നുള്ളത്, എന്തെല്ലാം കാര്യങ്ങളാണെന്നുള്ളത്, എത്ര പേര് മിസ്സിംഗ് ആയി, എത്ര വീടുകൾ പോയി എന്നുള്ളതൊക്കെ അതൊക്കെ ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് തന്നെ കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളാണുള്ളത്.